കേരളത്തിലെ ഏറ്റവും നല്ല പിതാവാരാണെന്ന് ചോദിച്ചാൽ കണ്ണും പൊട്ടി പറയും പിണറായി വിജയനാണ്. കാരണം ഏത് എക്സ്റ്റന്റ് വരെ പോയിട്ടാണ് സ്വന്തം മക്കളെ സംരക്ഷിക്കുന്നത്? ഗവർണറോട് മിണ്ടത്തിലെന്ന് പറഞ്ഞ ഗവർണറോട് ബിസ്ക്കറ്റ് കൊടുത്തു, അല്ലേ? ചായ കൊടുത്തു, ഒരു കൊടുക്കാണ് ചായ. ആ പാവപ്പെട്ട SFI പ്രവർത്തകർ അവരടുത്ത ദിവസം ഞാൻ കാണാൻ പോകുന്നുണ്ട്, ജയിലിൽ കാണാൻ പോകുന്നുണ്ട്. ആ പാവപ്പെട്ട SFI പ്രവർത്തകർ ഈ ഗവർണറെ കരികൊടി കാണിച്ചതിന്റെ ജയിലിൽ പോയി കിടക്കുന്നത്. അപ്പോഴാണ് മുഖ്യമന്ത്രി ഇയാൾക്ക് ചായയും ബിസ്ക്കറ്റും കൊടുക്കുകയാണ്. കോട്ടെ ആരും സംരക്ഷിക്കാല്ല, മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? നരേന്ദ്രമോദിയെ കാണാൻ പോകത്തില്ലെന്ന് പറഞ്ഞു മൈതാനത്ത് പ്രസംഗിച്ചു. അതിനുശേഷം രാജീവിനെ ഒഴിവാക്കി കൈകൂപ്പി അടിയ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കാര്യം നമ്മൾ കണ്ടില്ലേ? ഇത്രയേറെ മക്കൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യുന്നൊരു പിതാവല്ലേ പിണറായി വിജയൻ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോടല്ല, ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയനോടല്ല. അങ്ങനെ പിണറായി വിജയനോട് ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചുള്ളൂ. അതിന് ഭേദം മരപ്പറ്റിയോടെ ഞാൻ സംസാരിക്കും. ഞാൻ സംസാരിക്കുന്നത് ആ പിണറായി വിജയന്റെ ജീവിതത്തിൽ ഏക ആത്മാർത്ഥതയോട് ചെയ്യുന്ന റോള് പിതാവിന്റെ റോളാണ്. ആ പിതാവായ പിണറായി വിജയനോട് എന്റെ എളിയ റിക്വസ്റ്റാണ്, ചെറുപ്പക്കാരോട് ഇങ്ങനെ വഞ്ചന കാണിക്കാൻ പാടില്ല. അവരെങ്ങനെയാ തീർച്ചയായിട്ടും ഈ സമരത്തിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും ഈ സമരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സമരക്കാർക്ക് മുഴുവൻ ജോലി കൊടുത്തിട്ട് അവർ വോട്ട് ചെയ്യിച്ചു. ഞങ്ങൾക്ക് പരാതിയില്ല. പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോവല്ലേ? ഈ CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ ആളുകളോട് പറ, നിങ്ങൾ ഞങ്ങളുടെ സർക്കാർ വോട്ട് ചെയ്യാൻ പറ. അവർക്ക് അങ്ങനെയെങ്കിലും ജോലി കൊടുക്കും. അവരുടെ വീട്ടുകാരോടും പറ, ഞങ്ങൾ ജോലി തരാം, വോട്ട് ചെയ്താൽ മതി എന്ന് പറ. ഞങ്ങൾക്ക് വിരോധമല്ല. ആ വീട്ടിൽ കയറി വോട്ട് പോലും ഞങ്ങൾ ചോദിക്കില്ല. ആ കുട്ടികൾക്ക് ജോലി കൊടുത്താൽ മതി. ബാക്കി എല്ലാത്തിനേക്കാൾ പ്രധാനം ആ കുട്ടികളുടെ ജോലിയാണ്, അവരുടെ ഭാവിയാണ്. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പിണറായി വിജയൻ എന്ന പിതാവ് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കാനാണ്.